ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടീനാസ് ഹോം ഡയറി. ഇന്ന് ഞങ്ങൾക്ക് 2 പ്രോഗ്രാമുണ്ട് കേട്ടോ. ഒന്ന് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പ്രീ സ്കൂളിൽ സ്നേഹ ടീച്ചറുടെ എൻഗേജ്മെൻറ്റാണ്. ഒരു ഹൗസ് വാമിംഗ് ഉണ്ട് ഇരിങ്ങണ്ണൂർ. 2 പ്രോഗ്രാമിനും പോകണം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കഴിച്ചിട്ടാണ് പോണത്. ചിക്കൻ കറി രാത്രിയിൽ വെച്ചതുണ്ടായിരുന്നു. ദോശയൊക്കെ ചുട്ട് കഴിച്ചു കേട്ടോ. കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തീർത്തു. അതിനുശേഷം കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു കേട്ടോ. ഞാൻ ആദ്യം 1 സൈഡ് ഷോളൊക്കെ ഇട്ട് നോക്കി, അപ്പോൾ എനിക്കത്ര ഇത് തോന്നിയില്ല. അങ്ങനെ 2 സൈഡിലേക്കൊക്കെ മാറ്റി കുത്തിയതിന് ശേഷം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ സച്ചുമോൻ ഒരു ബാഗൊക്കെ തൂക്കി നിൽക്കുകയാണ്. എന്താണ് ബാഗിലെന്ന് ചോദിച്ചപ്പം ഇരിങ്ങണ്ണൂർ പോകുമ്പോൾ അവിടെ ബീച്ചിൽ പോകണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ റിച്ചൂസും പറയുകയാണ് നമുക്ക് എന്തായാലും പോകണം കേട്ടോ അമ്മയെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിയിൽ വെച്ചതിന് ശേഷം വീടൊക്കെ പൂട്ടി. അപ്പോഴത്തേക്ക് ഇവിടെ 2 പേരും ഫ്രണ്ട് സീറ്റിൽ തന്നെ കയറിയിരിപ്പുണ്ട്. പിന്നെ ഞങ്ങൾ മനോട്ട വണ്ടി എടുത്തു. അപ്പോഴത്തേക്ക് ഒരാൾ ബാക്കിലേക്ക് വന്നു. അങ്ങനെ നമ്മൾ മാനന്തവാടി കൂടിയാണ് നമുക്ക് ചെറ്റപ്പാലത്തേക്ക് പോകേണ്ടത്. മാനന്തവാടി ഡേമാർട്ടൊക്കെ കഴിഞ്ഞ് മൈസൂർ പോണ വഴിയാണ് കേട്ടോ ചെറ്റപ്പാലം എന്ന് പറഞ്ഞ സ്ഥലം, വൈറ്റ് ഫോർട്ട് ഹോട്ടലിൽ. അപ്പം നമ്മളെ കാത്തവിടെ സ്നേഹയുടെ അച്ഛനും അമ്മയാണിത്. അവരോട് ഒരുപാട് നേരം സംസാരിച്ചു. അതിനുശേഷം ഞങ്ങൾ സ്നേഹയുടെ അടുത്തേക്ക് പോയി. സ്നേഹ ഫോട്ടോഷൂട്ടിലൊക്കെ ആയിരുന്നു കേട്ടോ. സ്നേഹ ഇപ്പോൾ വരാമെന്ന് പറയാണ്. അങ്ങനെ സ്നേഹയുടെ ഫോട്ടോഷൂട്ടൊക്കെ കുറച്ച് നേരം കണ്ടു. അതിനുശേഷം ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടി. ഞങ്ങളതൊക്കെ കഴിച്ച് കുറച്ച് നേരം നിന്നപ്പോഴത്തേക്കും നമ്മുടെ സ്നേഹക്കുട്ടി വന്നു. അങ്ങനെ സ്നേഹയായിട്ട് ഒരുപാട് നേരം സംസാരിച്ച് നിന്നു. സ്നേഹയുടെ കോസ്റ്റ്യൂം അടിപൊളി ആണോ എന്ന് ചോദിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കളറൊക്കെ അടിപൊളിയായിരുന്നു, നന്നായിട്ട് ഒരുക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊരുപാട് ഇഷ്ടമായി. അങ്ങനെ ഞാൻ സ്നേഹയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഹോളിലേക്ക് പോവുകയാണ്. താഴെ ഫുഡിൻ്റെ ആണ്, മുകളിലാണ് നമുക്ക് പ്രോഗ്രാം നടക്കുന്ന സ്ഥലം കേട്ടോ. നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം ഞാനും റിച്ചൂസ് ഫ്രണ്ടിൽ, മനോട്ടനും സച്ചുമോനും ബാക്കിലായിരുന്നു. അപ്പോൾ ഒരു ചേച്ചി മാറി തന്നു കേട്ടോ. ഞങ്ങളെ ഒരു സ്ഥലത്ത് തന്നെ ഇരുത്തി. അപ്പോഴത്തേക്കും നമ്മുടെ സ്നേഹയും അജിത്തും വന്നു. പിന്നെ അവരുടെ ഒരുപാട് പരിപാടികൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ ചടങ്ങുകളുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. റിംഗ് എക്സ്ചേഞ്ചും അതുപോലെ തന്നെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റേജിൽ വെച്ച് നടന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇരിങ്ങണ്ണൂർ പോകേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ സ്നേഹയോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ താഴത്തേക്ക് വന്നു. അപ്പം നമ്മുടെ പ്രീ സ്കൂൾ സ്റ്റുഡൻറ്റ് സ്വാതി കുട്ടീനെ കണ്ടു, ഒത്തിരി നേരം സംസാരിച്ചു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നു കേട്ടോ. അടിപൊളി ഫുഡായിരുന്നു. നെയ്ച്ചോറ്, ചിക്കൻ കറി, സാദാ ചോറ്, അവിയലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നെയ്ച്ചോറിൻ്റെ കൂടെ കൂട്ടുകറിയും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു. ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടിയിലേക്ക് ഐസ്ക്രീം എടുത്തു കേട്ടോ. റിച്ചൂസ് പറഞ്ഞ എക്സ്ട്രയും കൂടി എടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ വണ്ടിയിലിരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പോരുകയാണ് കേട്ടോ. മാനന്തവാടി കൂടി വേണം. മാനന്തവാടി എത്തി, കല്ലോടി എത്തി. അവിടെ നമ്മൾ തേറ്റമല തേയിലത്തോട്ടം ഒക്കെയാണ് ഈ കാണുന്നത്. അങ്ങ് ദൂരെ കുരിശുപള്ളി കാണാം കേട്ടോ. മക്കയാട് കുരിശുപള്ളി കാണാം. കാഞ്ഞിരങ്ങാട് കുരിശുമല കാണാം കേട്ടോ. ഇവിടെയാണ് ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബിൽഡിങ്ങാണ് ഞാൻ പഠിച്ച അംഗൻവാടി. അപ്പോൾ ഞാൻ ജനിച്ച് വളർന്നതും കാര്യങ്ങളൊക്കെ മക്കയാട് കാഞ്ഞിരങ്ങാട് പൂരിഞ്ഞിമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. പഠിച്ചത് 4ാം ക്ലാസ് വരെ പഠിച്ചതൊക്കെ വഞ്ഞോട് സ്കൂളിലൊക്കെയാണ്. അപ്പോൾ നമ്മൾ ചുരം ഇറങ്ങി ഇങ്ങോട്ട് വന്നു. ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ് എത്തിയ സമയത്ത് ചുരത്തിൽ വണ്ടി നിർത്തി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ റിച്ചൂസ് നന്നായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു. ആൾക്കൊരു ഛർദിയുടെ ഒക്കെ പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ സമയങ്ങളിലൊക്കെ ഇങ്ങനെ വണ്ടി നിർത്തി കൊടുക്കും. അപ്പം അവനൊന്ന് ഓക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. കുറച്ച് നേരം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞ് തൊട്ടടുത്ത കടകളൊക്കെ ഉണ്ടായിരുന്നു, അങ്ങോട്ടേക്ക് പോയി. പക്ഷേ റിച്ചൂസിനൊന്നും വേണ്ട കേട്ടോ. ഞങ്ങൾ 3 പേരും ഒരു പൈനാപ്പിൾ കഴിച്ചു. റിച്ചു അവിടുത്തെ പീപ്പിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. കുറേ സാധനങ്ങൾ ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. കുറേ സാധനത്തിൻ്റെ പേരൊക്കെ ആ ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നു. ഞാനിതുവരെ കാണാത്ത കുറേ എന്തൊക്കെയോ ഞാൻ പേര് മറന്നുപോയി ഇപ്പം. പക്ഷേ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പൈനാപ്പിൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ റിച്ചൂസ് എവിടെയോ കയ്യിലെന്തോ ആയിരുന്നുകൊണ്ട് കൈയൊക്കെ കഴിക്കുകയാണ്. കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്ന് വണ്ടി എടുത്ത് കുറേ മുന്നോട്ട് വന്നപ്പോൾ വീണ്ടും ഒരു കട കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ കരിക്കും അതുപോലെ തന്നെ കരിമ്പിൻ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഞാനും മനോട്ടനും സച്ചുമോനും ഓരോ കരിക്ക് ഓർഡർ ചെയ്തു. റിച്ചൂസ് ഒരു കരിമ്പിൻ ജ്യൂസാട്ടോ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളത് കരിക്കൊക്കെ വെട്ടി തന്നു. അതൊക്കെ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് റിച്ചൂസിന് വേണമെന്ന് പറഞ്ഞിട്ട് അവനൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്.
പക്ഷെ അവൻ കുറച്ച് കുടിച്ചപ്പോൾ തന്നെ അവന് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങൾ 3 പേര് ഇരുന്നിട്ട് കരിക്കൊക്കെ കുടിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ റിച്ചൂസ് പറഞ്ഞ കരിമ്പിൻ ജ്യൂസ് വന്നു കേട്ടോ. അവൻ അവിടെ നിന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്, പക്ഷേ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവൻ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ, അവന് ഓരോ സാധനങ്ങൾ മേടിക്കും പക്ഷെ കഴിക്കില്ല, ഞങ്ങൾക്ക് കൊണ്ടുത്തരും. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കുടിച്ചു, കരിക്കൊക്കെ വെട്ടിത്തന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ക്ഷീണമുള്ള ആൾ പോയിട്ട് സെലക്ട് ചെയ്തതാണ് ഒരു കൂളിംഗ് ഗ്ലാസും അതിൻ്റെ ഒപ്പം ഓറിയോ ബിസ്ക്കറ്റും. അപ്പോൾ എന്നോട് പറയുകയാണ് ഒരു വീഡിയോ എടുക്കാമേ, അവൻ്റെ ഒരു ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് എന്നെക്കൊണ്ട് എടുപ്പിച്ചു. അതിനുശേഷം അവൻ്റെ ഗ്ലാസ് എടുത്തിട്ട് അവൻ അച്ചയ്ക്ക് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് മനോട്ടൻ ഇട്ട് കണ്ട് കഴിഞ്ഞപ്പോൾ അവന് ചിരി സഹിക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ സച്ചുമോൻ പറഞ്ഞു എന്നാൽ പിന്നെ എൻ്റെ തിട്ടോന്ന് പറഞ്ഞ് അച്ചയ്ക്ക് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഇരിങ്ങണ്ണൂർ എത്തി കേട്ടോ. ഇരിങ്ങണ്ണൂരെത്തി നമ്മുടെ പെരേക്കൂട്ടിൽ നടക്കുന്ന വീട്ടിലെത്തി കേട്ടോ. നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ്. ഏകദേശം 3:45 4 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ നമ്മളവിടെ എത്തുമ്പോൾ. കാരണം ഇടയ്ക്ക് ഓരോ സ്ഥലങ്ങളിലൊക്കെ നിർത്തിയിട്ടാണല്ലോ വന്നത്. അതിനുശേഷം ഇതാണ് നമ്മുടെ സുഖുവേട്ടനും ചേച്ചിയും വീടിൻ്റെ ഓണർ. ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ. സുഖുവേട്ടനായിട്ടൊക്കെ കുറേ നേരം സംസാരിച്ചിരുന്നു. കാരണം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണല്ലോ വന്നത്. ചേച്ചിയായിട്ട് കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്തു, സംസാരിച്ചു. നല്ല വീടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അവർ നിർബന്ധിച്ചു. കാരണം നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ വരുന്ന വഴിക്കൊക്കെ വെള്ളമായിട്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ഒട്ടും വിശക്കുന്നൊന്നുമില്ലായിരുന്നു. അങ്ങനെ അവർ നിർബന്ധിച്ചപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ഒരു 5:30 ആയിട്ടോ. അങ്ങനെ അവിടുന്ന് ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ റിച്ചൂസ് ഒട്ടും സമ്മതിക്കുന്നില്ല. റിച്ചൂസ് ഓരോ കോപ്പറേറ്റുകൾ കാണിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് പിന്നെ റിച്ചൂസ് വീഡിയോ എടുത്തപ്പോൾ സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള ഇലയൊക്കെ കൊണ്ടുവച്ചു. ഞാനും മനോട്ടനും സാദാ ചോറ് വാങ്ങി, റിച്ചൂസും സച്ചുമോനും ബിരിയാണിയൊക്കെ വാങ്ങിച്ചു കേട്ടോ. പക്ഷെ നമുക്കങ്ങനെ കഴിക്കാനൊന്നും പറ്റുന്നില്ല. അത് നമ്മൾ ഒരു ഓവർ ക്വാണ്ടിറ്റി ഒന്നും മേടിച്ചില്ല. അങ്ങനെ നമുക്കവിടെ ഒരു ബന്ധു വീട്ടിലൊക്കെ പോകാനുണ്ടായിരുന്നു. അവിടെയൊക്കെ പോയി തിരിച്ച് വണ്ടിയിൽ കയറി കേട്ടോ. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വരുന്ന വഴിക്ക് സ്റ്റുഡിയോയിൽ കയറി. പക്ഷേ എനിക്ക് ഡ്രസ്സ് നോക്കാനായിട്ടാണ് വന്നത്. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഒരു കളക്ഷനും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഞാനൊന്നും എടുത്തില്ല. ഇതിൽ നല്ല കളക്ഷൻ എനിക്ക് ബത്തേരി സ്റ്റുഡിയോയിലാണ് തോന്നിയിട്ടുള്ളത്. റിച്ചൂസ് എന്തൊക്കെയോ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളൊന്നും വാങ്ങിയില്ല കേട്ടോ. എനിക്കത്ര നല്ലൊരു കളക്ഷൻ ഇവിടെ തോന്നിയില്ല. അങ്ങനെ തിരിച്ച് മനോട്ടൻ്റെ ചേട്ടൻ കുറ്റ്യാടിയിലുണ്ടായിരുന്നു. അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് രാത്രി 10-11:30 കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തി. റിച്ചൂസ് ഉറങ്ങിക്കൊണ്ടാണ് വന്നത്. പക്ഷേ വീട്ടിലെത്തി വണ്ടിയിൽ നിന്ന് ഇറക്കിയപ്പം ഉറക്കമൊക്കെ തെളിഞ്ഞ് ഒന്ന് ഫ്രഷ് ആക്കിയതിന് ശേഷം ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ട് ഉറക്കാൻ കിടത്തി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാനും ഫ്രഷായിട്ട് കിടന്നു. ടാറ്റാ ബൈ ബൈ, സീ യു.